ഗാർഡൻസിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. നമ്മുടെ ഗാർഡൻസിൽ ഞങ്ങൾ പ്ലാന്റ് വെക്കാറ് ഓരോ പ്രത്യേക ദിവസങ്ങളിലാണ്. ഇന്നും അതുപോലെ ഒരു പ്രത്യേക ദിവസമാണ്. വിഷു ആയതുകൊണ്ടല്ല, ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ ദിനമാണ്. എൻ്റെ അച്ഛൻ നല്ലൊരു പൊതുപ്രവർത്തകനാണ്, അതോടൊപ്പം നല്ലൊരു കർഷകനാണ്. അത് മാത്രമല്ല, എനിക്ക് നല്ലൊരു അച്ഛനുമാണ്. നമ്മുടെ ഈ കാരോയിൽ ഗാർഡൻസിൻ്റെ ഇതുള്ള എല്ലാ സംഭവങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് അച്ഛൻ്റെ ജന്മദിനം ഓർത്തിരിക്കുക. ഈ ഒരു വർഷത്തെ ഇത് നമ്മൾ ഫ്രൂട്ട് പാലിലോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് വെക്കുന്നത്. ആ ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഇങ്ങനൊരു ദിവസമായിരുന്നു എന്നൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദിവസം ഈ പാലിലോ എന്ന് പറഞ്ഞ പെർഫ്യൂം ഗുവ എന്ന വിളിപ്പേരുള്ള ഈ പ്ലാന്റ് വെക്കുന്നത്. അപ്പോൾ അച്ഛനാണിത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അച്ഛാ, നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ 2 അടി സമചതുരത്തിലുള്ളൊരു കുഴി എടുക്കുക. ആ കുഴി എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഡോളോമിറ്റ് നമ്മൾ ചേർക്കുക. 1 കിലോ ഡോളോമിറ്റ്, അല്ലെങ്കിൽ പച്ചക്കക്കയോ അല്ലെങ്കിൽ കുമ്മായപ്പൊടിയിട ചേർക്കാൻ പറ്റും. കുമ്മായമാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം എടുക്കും. ഇതിപ്പോൾ ഡോളോമിറ്റ് ആണെങ്കിൽ അന്നേരം തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും. അത് ഡോളോമിറ്റ് സാധാ മണ്ണുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പുളിപ്പ് മാറാനാണ്, മണ്ണിൻ്റെ പുളിപ്പ് മാറാനാണ്. pH ലെവൽ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് പ്ലാന്റ് വളർച്ച കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ 1 കൊട്ട മണൽ ചേർക്കും, ആറ്റുമണൽ ചേർക്കും. അത് നല്ല നീർവാഴ്ച കിട്ടാൻ വേണ്ടിയാണ്, മണ്ണ് ഉറയത്തുമില്ല. അപ്പം 1 കൊട്ട ഇത് ചേർക്കും, മണൽ ചേർത്തതിന് ശേഷം. അച്ഛാ, നമ്മുടെ പാലിലോ ചെടിക്ക് എപ്പോഴും ഡ്രെയിനേജിൻ്റെ ആവശ്യം കൂടുതലാണല്ലേ? അതെ. ഇതിന് ആ ചെടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നീർവാഴ്ച വേണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഈ മണ്ണിൻ്റെ അകത്ത് 2 കൊട്ട ഉണക്കച്ചാണകം നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് നല്ല ഉണങ്ങിയ ചാണകം തന്നെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പച്ചച്ചാണകമാണെങ്കിൽ അതിനകത്ത് പുഴു വരും, വേരിനൊക്കെ ശല്യം ഉണ്ടാകും, വലിയ വേരുകൾ നശിച്ചു പോകും. അതിനുശേഷം ഇത് നല്ലപോലെ ആ മണ്ണുമായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് കുഴിയിലേക്ക് നിറയ്ക്കാൻ. അത് ഒരു പകുതി നിറ ഈ ചാണകപ്പൊടിയും മാത്രം, മണ്ണും ചാണകപ്പൊടിയും മണലും കൂടെ ചേർന്ന് മിശ്രിതം ചേർക്കണം. പകുതി മതി. ആ ബാക്കി പകുതിയിലേക്കാണ് നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമൊക്കെ ചേർക്കേണ്ടത്. ഒരു 2 പിടി എല്ലുപൊടി നമ്മൾ ചേർക്കും. നല്ല എല്ലുപൊടിയാണെന്ന് ശ്രദ്ധിക്കണം. അപ്ടെക്കിൻ്റെ എല്ലുപൊടിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വേരിന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതിനുശേഷം 2 പിടി ഒരു വേപ്പും പിണ്ണാക്കും കൂടെ ചേർക്കുക. ഏകദേശം 1 കിലോ എല്ലുപൊടിയും 1/2 കിലോ വേപ്പും പിണ്ണാക്കുമാണ് നമ്മൾ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഏകദേശം 1/4 കിലോ 1/2 കിലോ ഏകദേശം വരുന്ന കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയും കൂടെ നമ്മളിതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അത് നല്ല വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. വേരുകൾക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാക്കാനും പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകാനും നമുക്ക് നമ്മുടെ ഒരു അറിവിൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വിളവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് 3 കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന അത് കുഴിയിലേക്ക് നമ്മൾ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഫുള്ള് ആ കുഴി ഫുള്ള് നിറച്ചതിന് ശേഷം ഇടയ്ക്കൊരു പിള്ളക്കുഴി എടുക്കുകയും അതൊന്ന് ലെവൽ ചെയ്തിട്ട് കഴിഞ്ഞ് ഫുള്ള് നിറച്ച് കഴിഞ്ഞ് ഒരു പിള്ളക്കുഴി എടുക്കും. അതിൻ്റെ സെൻറ്ററിലൊരു പിള്ളക്കുഴി എടുക്കും എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴി, ചെടി വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഒരു ചെറിയ ചെടി വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചെറിയൊരു കുഴി എടുക്കും. ആ കുഴിയിലേക്കാണ് നമ്മൾ തൈ ഇറക്കി വെക്കുന്നത്. തൈ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കവറ്, അതൊരു പ്രത്യേകതയാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ താഴ്ഭാഗം, ഈ ചെടിയുടെ താഴ്ഭാഗത്തെ കവറ് താഴെ വട്ടത്തിൽ നമ്മൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ വരഞ്ഞു കൊടുത്തിട്ട് ശേഷം അടിയിലത്തെ ഇത് ഭാഗം എടുത്തു മാറ്റണം. അടിയിലത്തെ മാത്രം കവറിൻ്റെ മൊത്തത്തിൽ വലിച്ചു കയറരുത്. അത് താഴ്വശം ഇങ്ങനെ മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ കുഴിയിലേക്ക് ഇറക്കി വെക്കുക. കുഴിയിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അത് വലിച്ചു പറിച്ചൊന്നും കളയരുത്. കട്ടി കൊണ്ട് മണ്ട ചെറുതായിട്ടൊന്ന് പോറിയിട്ട് നമ്മളിങ്ങനെ കയറിയെടുക്കാമെങ്കിൽ അതിന് വേരിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവാതെ തന്നെ അത് സേഫായിട്ട് അത് നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു വേര് പോലും പ്രശ്നമില്ലാതെ, വേരും അറിയത്തില്ല, ചെടിയും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, കൊണ്ട് ഇറക്കിയതായി അതിനറിയത്തില്ല. അങ്ങനെ ആ രീതിയിലേക്ക് ചെടിക്കൊരു കേടുപാടും കൂടാതെ ഇറക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ലെവൽ ചെയ്യുക. ചെടി ലെവൽ ചെയ്തതിന് ശേഷം ഈ വളമെല്ലാം മിക്സ് ചെയ്ത മണ്ണിട്ട് മൂടുകയാണ് നമ്മൾ. മൊത്തത്തിൽ നല്ല വൃത്തിക്ക് അത് ലെവൽ ചെയ്തൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഇങ്ങനെ നല്ലപോലെ മൂടിയതിന് ശേഷം പിന്നീടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ
തടമെടുക്കുക. ഇത് മണ്ണെല്ലാം ലെവൽ ചെയ്തിട്ട് തടമെടുക്കും. തടം 4 സൈഡിലും തടം കൂട്ടി വെള്ളം നിൽക്കാൻ വേണ്ടിയും ഇച്ചിരി പൊക്കിയെടുത്താൽ നല്ലതാണ്, വെള്ളക്കെട്ട് വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇച്ചിരി പൊക്കി ഒരു തടം പോലെ എടുത്തു കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ഏറ്റവും ഉചിതം. അപ്പം മഴ പെയ്താലും വലിയ വെള്ളക്കെട്ട് അതിനകത്തുണ്ടാകും. വെള്ളക്കെട്ട് ഇത് ഉണ്ടാവാൻ പാടില്ല, കാരണം നല്ല നീർവാഴ്ച വേണം. വെള്ളക്കെട്ടുണ്ടാക്കിയാൽ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പം നല്ലൊരു തടവെടുത്തതിന് ശേഷം പൊതയിടണം. പൊതയിടുക എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ കരിയില ഇടാനാണ് ശ്രദ്ധിക്കണം. ഉണങ്ങിയ കരിയില നമ്മൾ പൊതയായിട്ട് ഉപയോഗിക്കണം. അത് ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് അതിന് നല്ല തണുപ്പ് കിട്ടും, ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. ഈ വെള്ളം ഒഴിച്ചാൽ പോലും അത് തറച്ചു പോകത്തില്ല, മണ്ണ് തറച്ചു പോകത്തില്ല. അതിനുശേഷം നമ്മൾ ഒരു 10 ലിറ്റർ വെള്ളം അതിന് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഏറ്റവും ഒരു പരിപാലനം എന്നുള്ളത്. ഒരിക്കൽ കൂടി കാരുവല്ലി ഗാർഡൻസിൻ്റെ വിഷുദിന ആശംസകൾ. ഇന്നത്തെ പ്രത്യേകതയെ സംബന്ധിച്ചൊക്കെ മോള് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നെൻ്റെ പിറന്നാൾ ദിനമാണ്. എന്നെ നേരിട്ടും അല്ലാതെയും നവമാധ്യമങ്ങൾ കൂടിയും പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാ നല്ല സുഹൃത്തുക്കൾക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മളെല്ലാ പിറന്നാളുകളിലും അല്ല എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ ഗാർഡനിൽ ഓരോ ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് പാരിലോ എന്ന് പറയുന്ന ഒരു ചെടി, ഒരു പേര ഫ്രൂട്ടാണ്. ഇതൊരു സുഗന്ധപൂർണമായ ഒരു ഫ്രൂട്ടാണ്. പെർഫ്യൂം പേര എന്നൊക്കെ ഇതിന് പേര് വിളിപ്പുണ്ട്. അത് നമുക്ക് ഒരു ചെറിയ തൈ, ഒരു ഇഞ്ച് ചെറിയൊരു തൈ നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് തന്നതാണ്. ഇത് നമ്മൾ 1 വർഷക്കാലം ചെറിയ ഗ്രോ ബായിൽ നട്ട് വളർത്തിയ ശേഷം ഇത് 1 വർഷമായി ഇപ്പോൾ ഈ പ്ലാന്റ്. കുഞ്ഞു തൈയായിരുന്നു, ചെറിയ പാകി ഒരു മുളപ്പിച്ച ഒരു സീഡിൽ നിന്ന് ചെറിയൊരു തൈ നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ 1 വർഷം നേഴ്സറി കവറിൻ്റെ അകത്ത് വെച്ച് പരിപാലിച്ച് ഇത്രയും വലുതിന് ശേഷമാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തൈകൾ കിട്ടുമ്പോൾ ഇപ്പോൾ നേരിട്ട് മണ്ണിലേക്ക് വെക്കാതെ ചെറിയ കവറിൽ വെച്ച് ഇത് വലുതായതിന് ശേഷം, കുറച്ച് വലുതായതിന് ശേഷം മാത്രമേ മണ്ണിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.